നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. സംഭരിക്കാതെ സംഹരിക്കുന്നു. നെല്ല് സംഭരണ സമ്പ്രദായം സപ്ലൈകോ അട്ടിമറിക്കുന്നുവെന്ന് ഡോക്ടർ KC ജോസഫ്. തൊഴിലുഴപ്പാതെ തൊഴിൽ ഉറപ്പാക്കുക. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഉപരോധത്തിൽ സ്തംഭിച്ച് കളക്ടറേറ്റ്. തീരദേശ പഞ്ചായത്ത് പ്രഖ്യാപനം അട്ടിമറിക്കുവാനുള്ള നീക്കത്തിനെതിരെ സമരസമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് ഉപരോധിച്ചു. VM സുധീരനെതിരെ ശ്രീനാരായണ ധർമ്മവേദി. മദ്യമുതലാളിയുടെ കുപ്പായവും തൊപ്പിയും യോജിച്ചത് സുധീരനെന്ന് ധർമ്മവേദി. വിശദമായ വാർത്തകൾ. നെല്ല് സംഭരണ സമ്പ്രദായത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനവുമായിട്ടാണ് സപ്ലൈകോ മുന്നോട്ടു പോകുന്നതെന്ന് ഡോക്ടർ KC ജോസഫ്. രാമങ്കരിയിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെൽകാർഷിക മേഖലയിലെ കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടി കൃഷിക്കാരുടെ നിരന്തര പോരാട്ടത്തെ തുടർന്ന് ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് നെല്ല് സംഭരണ പദ്ധതി. ആ പദ്ധതിയുടെ സംഭരണ വില 19 രൂപ എന്നുള്ളത് ഒരു കിലോയ്ക്ക് 19 രൂപ എന്നുള്ളത് 25 രൂപയായി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം നിലനിൽക്കെ ഇപ്പോൾ ആ പദ്ധതിയെ തന്നെ ഇല്ലായ്മപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് ഇന്നത്തെ അവരുടെ ഒരു പ്രഖ്യാപനത്തിലൂടെ കൃഷിക്കാരിൽ ഭയമുളവാക്കിയിരിക്കുന്നത്. ഒരു കിലോ നെല്ലിന് 13 രൂപ 60 പൈസ വെച്ച് ഉള്ള PRS മാത്രമേ സംഭരിക്കുമ്പോൾ നൽകുകയുള്ളൂ എന്നും ബാക്കിയുള്ള 19 രൂപയുടെ ബാക്കിയുള്ള 5 രൂപ 30 പൈസ 5 രൂപ 40 പൈസ പിന്നീട് ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകും എന്നുമാണ് ഇന്നത്തെ വാർത്തയിലൂടെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് കൃഷിക്കാർക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് പറയേണ്ടി വരും. നെൽകാർഷിക മേഖല പ്രതിസന്ധിയെ നേരിടുന്ന അവസരത്തിലാണ് സപ്ലൈകോയുടെ ഈ നടപടി. സപ്ലൈകോയുടെ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി ഉടൻ ഇടപെടണമെന്നും 1 കിലോഗ്രാം നെല്ലിന് 19 രൂപയിൽ നിന്നും 25 രൂപയായി ഉയർത്തണമെന്നും KC ജോസഫ് ആവശ്യപ്പെട്ടു. NREG വർക്കേഴ്സ് യൂണിയൻ ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചങ്ങനാശ്ശേരി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് കൂലി 320 രൂപയായി ഉയർത്തുക, തൊഴിൽ ദിനം 200 ആക്കുക, മുൻഗണനാ ലിസ്റ്റിൽ നിന്നും കോട്ടയം ജില്ലയെ ഒഴിവാക്കിയ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CPIM ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് സെൻട്രൽ ജംഗ്ഷൻ വഴി താലൂക്ക് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPIM കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം AV റസൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ സാധാരണക്കാരായുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കണം, വിലക്കയറ്റത്തിന് പരിഹാരം ഉണ്ടാവണം. ഇതുപോലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പുതിയ പദ്ധതികൾ, സാധാരണ ജനങ്ങളുടെ ജീവിത പുരോഗതിക്ക് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നുള്ള നിബന്ധനകളാണ് നമ്മൾ മുമ്പോട്ട് വെച്ചത്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ CPIMന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഇന്ത്യയിൽ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടക്കം കുറിക്കുന്നത്. എല്ലാ ജില്ലകളിലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, പിന്നീട് എല്ലാ ജില്ലകളിലും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോഴും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇത് സജീവമായി ഏറ്റവും ശക്തിയോടുകൂടി നടപ്പിലാക്കുന്നു എന്ന അഭിപ്രായമൊന്നും നമുക്കില്ല. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും ഭംഗിയായി, ഏറ്റവും കാര്യക്ഷമമായി ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ത്രിപുരയിലാണ് എന്നത് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ആദിവാസികൾ, ഗിരിവർഗ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം, അവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും അർത്ഥപൂർണമായി ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. 94% പദ്ധതി വീതം അവർ ചെലവാക്കിയത്. അഡ്വക്കേറ്റ് ഷീജ അനിൽ, കുറിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ, വി മനോഹരൻ, MK ഉണ്ണികൃഷ്ണൻ, വിശ്വമ്മ ശ്രീധരൻ, PA നസീർ തുടങ്ങിയവർ സംസാരിച്ചു.
തീരദേശ പഞ്ചായത്ത് പ്രഖ്യാപനം അട്ടിമറിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അർത്തുങ്കൽ പഞ്ചായത്ത് രൂപീകൃത കർമ്മസമര സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ ഉപരോധ സമരം നടത്തി. കളക്ടറേറ്റിന്റെ ഇരു കവാടങ്ങൾക്കും മുന്നിലും സമരക്കാർ നിരന്നതോടെ ജീവനക്കാർക്ക് കളക്ടറേറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. നൂറുകണക്കിന് പേർ സമരത്തിൽ പങ്കെടുത്തു. ഉപരോധ സമരം കൃപാസനം ഡയറക്ടർ ഫാദർ ജോസി കാട്ടുങ്കൽ ഉദ്ഘാടനം ചെയ്തു. തീരദേശത്തിന്റെ നാൾവഴി പുസ്തകം തുറന്ന് പരിശോധിക്കുമ്പോൾ കാലാകാലങ്ങളിലായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഏതാനും ചില കാര്യങ്ങളാണ് അന്നും ഇന്നും. തീരദേശ പഞ്ചായത്തുകൾ രൂപപ്പെടണമെന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല. അതിന് ചരിത്രപരമായ വസ്തുതകളുണ്ട്. ചരിത്രം പഠിക്കുന്നവർക്കും തീരദേശത്തിന്റെ ചരിത്രം അറിയാവുന്നവർക്കും അറിയാം, പണ്ടിനാലെ നമ്മുടെ പൂർവ്വപിതാമഹന്മാർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് തീരദേശ പഞ്ചായത്തുകൾ രൂപപ്പെടണമെന്നുള്ളത്. ഫാദർ ജിൻസൺ പുന്നയ്ക്കൽ, ഫാദർ പോൾ ജെ അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മദ്യമുതലാളിയുടെ കുപ്പായവും തൊപ്പിയും യോജിച്ചത് VM സുധീരന്റെ ശരീരത്തിനും തലയ്ക്കുമാണെന്ന് ശ്രീനാരായണ ധർമ്മവേദി. ഗോകുലം ഗോപാലനെ മദ്യമുതലാളിയുടെ കുപ്പായവും തൊപ്പിയും അണിയിക്കുവാനുള്ള KPCC പ്രസിഡന്റിന്റെ വിഫല ശ്രമം പുച്ഛിച്ചു തള്ളുകയാണെന്നും ധർമ്മവേദി നേതാക്കൾ. ഗോകുലം ഗോപാലിന് 4 സ്റ്റാർ ഹോട്ടലിനൊപ്പം ഒരു ബാറാണുള്ളത്. കേരളത്തിനകത്തും പുറത്തുമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം 24ഓളം കമ്പനികളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഗോപാലൻ. പൊതുവേദികളിൽ വന്ന് പ്രമുഖ വ്യക്തികളെ ആക്ഷേപിക്കുന്നത് VM സുധീരന്റെ ശൈലിയായി മാറിയിരിക്കുകയാണ്. KPCC ഭാരവാഹികളടക്കം മദ്യത്തിന്റെ മണം മണക്കുന്നവർക്കൊപ്പം പ്രവർത്തിക്കുന്ന സുധീരൻ കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും സ്വന്തം കുടുംബത്തെയുമാണ് ആദ്യം ഉപദേശിക്കേണ്ടത്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിക്കുന്ന വേദികളിൽ വന്നിരുന്ന പുരസ്കാരവും മറ്റ് സ്ഥാനമാനങ്ങളും സ്വീകരിച്ച ശേഷം അതിന് നേതൃത്വം നൽകുന്നവരെ മോശമായി ചിത്രീകരിക്കുകയല്ല വേണ്ടതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശ്രീനാരായണ ധർമ്മവേദിയുടെ ചെയർമാൻ, അതിലുപരിയായി കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖർ ഒരാളായി കഴിഞ്ഞ വർഷം ആദായ നികുതി വകുപ്പിന് 50 കോടി രൂപ കേന്ദ്രത്തിന്, കേരളത്തിലെ CST അല്ല സെൻട്രൽ ഗവൺമെന്റ് 50 കോടി രൂപ അടച്ച് 9,000-ത്തിലധികം ജീവനക്കാരുള്ള 24 കമ്പനികളുടെ ചെയർമാനാണ് ശ്രീ ഗോകുലം ഗോപാലൻ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ശിവഗിരി അടക്കമുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഗോകുലം ഗോപാലിനെ പോലുള്ള വ്യക്തികൾക്കൊപ്പം വേദി പങ്കിടാൻ പറ്റത്തില്ലെന്നും എനിക്ക് ഈ പുരസ്കാരം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും അദ്ദേഹത്തെ മുഖത്ത് അടച്ച് ആക്ഷേപിച്ച VM സുധീരന്റെ പ്രസ്താവനയ്ക്കെതിരായിട്ടാണ് ശ്രീനാരായണ ധർമ്മവേദി സംസ്ഥാന തലത്തിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ശ്രീനാരായണ ധർമ്മവേദി സംസ്ഥാന വൈസ് ചെയർമാൻ KK പുഷ്പാങ്കദൻ, സൗത്ത് ഇന്ത്യൻ വിനോദ്, P ചന്ദ്രമോഹൻ, രഞ്ജിത്ത് ചിങ്ങോലി എന്നിവർ പങ്കെടുത്തു. സാമൂഹ്യ ചലനങ്ങളിൽ നവമാധ്യമങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയാണെന്ന് P കരുണാകരൻ MP. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നവമാധ്യമവും നവസമൂഹവും എന്ന വിഷയത്തിലെ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാരണം ആളുകളിലേക്ക് എത്തിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളും കാര്യങ്ങളും ആ നിലയിൽ രാഷ്ട്രീയ രംഗത്തെ വളരെ ശക്തമായ ഒരു പ്രചരണ രാഷ്ട്രീയ മേഖലയായിട്ട് മാറുകയാണ് നമ്മുടെ ഈ ബദൽ സംവിധാനം, ഈ ന്യൂ മീഡിയ. അതേസമയത്ത് എങ്ങനെ ഹൗ കാൻ വി ഡീൽ ഇറ്റ്, ഹൗ കാൻ വി പ്രൊജക്ട് ഇറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മുൻകൈ എടുക്കാൻ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം മാധ്യമരംഗത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. അവർ താഴോട്ട് വലിയ കൂട്ടായ്മയുണ്ടാവും. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും അതിനെ മുൻകൈ എടുക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ അല്പം ഇതിനേക്കാളും ചുരുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ക്ഷമിക്കണം, എൻ്റെ ബഹുമാന്യരായിട്ടുള്ള സുഹൃത്തുക്കൾ എന്നെക്കാളും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നവരാണ്. അവർ മാധ്യമരംഗത്തെ ഒരു വിഭാഗം പണം വാങ്ങി വാർത്ത നൽകുന്നവരാണെന്ന് നവമാധ്യമ സന്ദേശം നൽകി സംവിധായകൻ ആഷിഖ് അബു പറഞ്ഞു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ നടന്ന പരിപാടിയിൽ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി N പത്മനാഭൻ, PM വിനോദ്, AM ആരിഫ് MLA, കലവൂർ രവികുമാർ, R നാസർ എന്നിവർ പങ്കെടുത്തു. തട്ടാശ്ശേരി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ സമരം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MJ ഓമനക്കുട്ടൻ. KCB വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ധനകാര്യ ബഡ്ജറ്റിൽ തട്ടാശ്ശേരി പാലത്തിന് തുക വകയിരുത്തിയിട്ടുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ പാലം വിഷയം ചർച്ച ചെയ്യാത്തവർ സമരവുമായി ഇറങ്ങിയത്. ഇത് വോട്ട് തട്ടിയെടുക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു.
ഇവിടെ ഇപ്പോൾ പുതിയ ഒരു പടവുമായി വന്നിരിക്കുകയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ. കാരണം ഇനി 6-7 മാസങ്ങൾ പിന്നിടുമ്പോഴത്തേന് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യം ലാക്കാക്കിക്കൊണ്ടാണ് MP പോലുള്ള ആളുകൾ ഇത്തരം ഈ 5 വർഷം കഴിഞ്ഞതിന് ശേഷം 6ാമത്തെ വർഷത്തിലേക്ക് മാവേലിക്കര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോയിരിക്കുന്ന MP ആണ്. ഇവ എന്ത് ചെയ്തു എന്നുള്ളതിന് MPക്ക് ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ പറയുന്നത് അടുത്ത ബഡ്ജറ്റിൽ സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റ് തുക വക കൊള്ളിക്കുവാനായിട്ട് വാക്കാൽ സമ്മതിച്ചിട്ടുണ്ട്. എന്തിനു പിന്നെ ഇങ്ങനെ ഈ പ്രകസനം നടത്തുന്നു? ഞങ്ങളുടെ ഈ 14-ാം തീയതി ഫെബ്രുവരി മാസം 14-ാം തീയതി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തട്ടാശ്ശേരി പാലം ശാശ്വതമാക്കണമെന്ന് അതിന് ഈ 15-16 ബഡ്ജറ്റിൽ തുക വക ഇരുത്തണമെന്നും പറഞ്ഞ് ഞങ്ങൾ ജനപ്രതിനിധികൾ സമരപരിപാടികൾ ആരംഭിക്കുകയാണ്. ഇത് ജനങ്ങളെ ഞങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ ഫണ്ട് അലോട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് വരുത്തി തീർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴ ടൗൺ ഹാളിൽ നടന്നു. 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 800ഓളം കലാകാരന്മാർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. വള്ളംകളിയും കനോയിങ്ങും കയാക്കിങ്ങും റോവിങ്ങുമെല്ലാം ആലപ്പുഴക്കാരുടെ സ്വന്തം കായിക ഇനങ്ങളായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഒരു കാലത്ത് കേരളത്തിന്റെ സ്വന്തം ആയോധന കലയായിരുന്ന കളരിപ്പയറ്റിനെ തനിമ ഒട്ടും ചോരാതെ പുനരാവിഷ്കരിക്കുകയാണ് നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലൂടെ കളരിപ്പയറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ദണ്ഡിയുദ്ധവും മുഷ്ടിയുദ്ധവും ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി ഉണ്ടായിരുന്നെങ്കിലും കാഴ്ചക്കാരെ ആകർഷിച്ചത് കളരിപ്പയറ്റാണ്. കളരിപ്പയറ്റിനെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിക്കുന്നതെന്ന് കളരിപ്പയറ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബൈജു വർഗീസ് പറഞ്ഞു. 4 സംസ്ഥാനങ്ങളിൽ കളരിപ്പയറ്റിന്റെ പ്രവർത്തനം വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിലുപരി സന്തോഷിക്കാൻ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്നലകളിലെ കേരളത്തിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഏറ്റവും ലോകോത്തരമായ ആയോധനമുറ ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല 40 മറ്റ് രാജ്യങ്ങളിലും ഇതിന്റെ പ്രവർത്തനം ഏറ്റവും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യാതൊരു ധനസഹായവും ഇല്ലാതെയാണ് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. KCB ന്യൂസ്, ആലപ്പുഴ. കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന തോമസ് കുര്യന്റെ തിരുശേഷിപ്പുകൾ ഏകാംഗ ചിത്ര പ്രദർശനം ശനിയാഴ്ച മുതൽ കേരള ലളിതകലാ അക്കാദമിയുടെ ആലപ്പുഴ ആർട്ട് ഗ്യാലറിയിൽ ആരംഭിക്കും. അക്കാദമി നിർവാഹക സമിതി അംഗം TAS മേനോൻ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നു വരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്,
അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മത്സ്യത്തൊഴിലാളികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടിൽ പ്രതിഷേധിച്ചുള്ള സമരത്തിന്റെ ഭാഗമായി അഖില കേരള ധീവരസഭാ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഫെബ്രുവരി 14 ശനിയാഴ്ച തിരുവല്ല കരയോഗത്തിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ വൈകിട്ട് 4:30 പുളിങ്കുന്നിൽ സമാപിക്കും. ആലപ്പുഴ നഗരസഭയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം അവസാനഘട്ടത്തിൽ. നഗരസഭ 70 ലക്ഷം രൂപ മുടക്കിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. 2014 നവംബർ 23 ആലപ്പുഴയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 100 ദിവസത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 100 ദിവസം തികയാൻ കേവലം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബസ് സ്റ്റാൻഡിന്റെ അവസാനഘട്ട മിനുക്കുപണികളിലാണ് തൊഴിലാളികൾ. ആലപ്പുഴയിലെ ജനങ്ങളുടെ സ്വപ്നമായിരുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ആശ്വാസമാകുമെന്ന് നഗരസഭാ അധ്യക്ഷ മേഴ്സി ഡയന മാസുഡോ പറഞ്ഞു. 100 ദിവസമാണ് നമ്മൾ പറഞ്ഞത്. നവംബർ 23 നമ്മൾ 100 ദിവസം പറഞ്ഞത്. ഇനി ആ കണക്കനുസരിച്ചാണെങ്കിൽ ഇനി 19 ദിവസം കൂടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 9 സൺഡേ വന്നിട്ടുണ്ട്, ഒരു ഹർത്താൽ വന്നിട്ടുണ്ട്, പിന്നെ ക്രിസ്മസ്. അങ്ങനെ 10 ദിവസം നമുക്ക് 11 ദിവസം പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി 30 ദിവസം. പക്ഷേ 19 ദിവസത്തിനുള്ളിൽ നമ്മൾ തീർക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ വർക്ക് ഏൽപ്പിച്ച കോസ്റ്റ് ബോർഡാണ് ചെയ്യുന്നത്. അവർ നല്ല കൃത്യമായിട്ട് നമ്മൾ പറയുന്ന സമയം കൗണ്ട് ഡൗൺ ആയിട്ട് എണ്ണിയാണ് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 100-ാം ദിവസം ഈ വർക്ക് പൂർത്തിയായി നമുക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 2 ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കയറുകയും 3 ബസ്സുകൾക്ക് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യാവുന്ന തരത്തിലാണ് ബസ് സ്റ്റാൻഡ് കവാടത്തിന്റെ നിർമ്മാണം. സ്റ്റാൻഡിനുള്ളിൽ ഒരേ സമയം 30 ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാം. 7 കടമുറികൾ അടക്കം 10 മുറികളും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 10 ശോചനാലയങ്ങളും ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിട്ടുണ്ട്. നെല്ല് സംഭരിക്കുന്നതിന്റെ വില ഒന്നിച്ച് നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് കേരള നെൽ കർഷക യൂണിയൻ എം സംസ്ഥാന പ്രസിഡന്റ് ജോസ് കോയിപ്പള്ളി. KCV വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ലിന്റെ സംഭരണ വില 2 തവണകളായി കർഷകർക്ക് നൽകുമെന്ന സിവിൽ സപ്ലൈസിന്റെ അറിയിപ്പ് തികഞ്ഞ കർഷക വഞ്ചനയാണ്. നെല്ലിന്റെ ഈർപ്പം പരിശോധിക്കുവാൻ ലബോറട്ടറി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നാൽ ഇത് കർഷകരെ പീഡിപ്പിക്കാനുള്ള സംവിധാനമാകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നെല്ലിന്റെ വില 2 ഗഡുക്കളായി ഇനിയും നൽകുന്നു എന്നുള്ള സിവിൽ സപ്ലൈസിന്റെ അറിയിപ്പ് ഇന്നലെ വന്നത് മുതൽ നെൽകർഷകൻ വലിയ ആശങ്കയിലാണ്. ഒരു ക്ഷേമരാജ്യത്ത് ഇത്തരത്തിലുള്ള നടപടികൾ, ഒരു കാർഷിക രാജ്യത്ത് ഇത്തരത്തിലുള്ള നടപടികൾ പാടില്ലാത്ത ഒന്നാണ്. അടുത്ത 2 ദിവസം കഴിയുമ്പോൾ കുട്ടനാട്ടിൽ പരക്കെ കൊയ്ത്ത് ആരംഭിക്കുകയാണ്. കർഷകനെ സംബന്ധിച്ച് കെട്ടുതാലി പണയം വെച്ചും മറ്റ് സ്ഥാപനങ്ങളിൽ ലോൺ എടുത്ത് കൃഷി ചെയ്യുന്ന അവൻ്റെ നെല്ല് സിവിൽ സപ്ലൈസ് സംഭരിക്കുമ്പോൾ അവനെ PRS വെച്ച് അപ്പോൾ തന്നെ നെല്ല് വില ലഭിക്കേണ്ടതാണ്. എന്താണ് ഇങ്ങനെയൊരു നടപടിക്ക് അടിസ്ഥാനമെന്ന് അറിയില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 15 രൂപ 60 പൈസ കഴിഞ്ഞുള്ള 5 രൂപ 40 പൈസ സബ്സിഡി കിട്ടുന്ന മുറയ്ക്ക് എന്നതാണ് പത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ചങ്ങനാശ്ശേരി യൂണിറ്റിന്റെ 30ാമത് വാർഷികം വെള്ളിയാഴ്ച നടന്നു. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക സമ്മേളനം KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. ജോൺ ഉദ്ഘാടനം ചെയ്തു. LIC പാക്കേജ് എന്നേക്കുമായി മാറ്റിവെക്കുവാൻ സാധിച്ചത് ഈ സംഘടനയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അത് നിസ്സാരമല്ല. അതിനെ നമ്മൾ നിസ്സാരമായി കാണുകയും ചെയ്തത് എന്നാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്. സ്വാഭാവികമായും ഫെബ്രുവരി മാസത്തെ അല്ലെങ്കിൽ നവംബർ ഡിസംബർ ഫെബ്രുവരി പെൻഷൻ കിട്ടിയില്ല എന്നുള്ള കാര്യത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടല്ല പറഞ്ഞത്. എങ്കിൽ പോലും സംഘടന ചെയ്ത നേട്ടങ്ങളെ വിലയിരുത്തുമ്പോൾ നേരെ മറിച്ച് അന്ന് സമരപരിപാടി നടത്തിയില്ലായിരുന്നു എങ്കിൽ
ആ പെൻഷൻ സമ്പ്രദായം എന്നേക്കുമായി അട്ടിമറിച്ച് മാറ്റപ്പെട്ടുകൊണ്ട് LIC പാക്കേജ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം KSRTC പെൻഷൻ ഓർഗനൈസേഷന്റെ മേൽ അല്ലെങ്കിൽ KSRTCയിലെ 38,000 വരുന്ന പെൻഷൻകാരെ അവരുടെ കുടുംബാംഗങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഈ UDF ഗവൺമെന്റ് കൊണ്ടുവന്നത് എന്ന് പറയുവാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. എന്തുകൊണ്ടത് പറയുന്നു? വളരെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. അതിന്റെ വകുപ്പ് മന്ത്രി തന്നെ ചോദിക്കുന്നു, പറയുന്നു 10,000 രൂപ വരെ സീൽ ചെയ്തുകൊണ്ട് ഇത് നിർത്തേണ്ടിയിരിക്കുന്നു. കാരണം കടമെടുത്തൊന്നും പെൻഷൻ കൊടുക്കാൻ ഒക്കില്ല. യൂണിറ്റ് പ്രസിഡന്റ് G. സോമരാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി AV ഓമനക്കുട്ടൻ, PK രാധാകൃഷ്ണൻ, PG ഗോപാലകൃഷ്ണൻ നായർ, ചാക്കോ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കാവാലം സെന്റ് തെരേസാസ് ദേവാലയത്തിൽ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ തിരുനാളിന് തുടക്കമായി. ഫെബ്രുവരി 13 മുതൽ 15 വരെയാണ് തിരുനാൾ. വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 പള്ളി വികാരി ഫാദർ എബ്രഹാം തൈലിന്റെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവാമിശിഹാരൻ കാരുണ്യവും തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന നടന്നു. തിരുനാൾ കർമ്മങ്ങളിലും കുർബാനയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കിടങ്ങറ ഗുരുപുരം SNDP ശാഖായോഗത്തിന്റെ പ്രസിഡന്റായിരുന്ന VN രവീന്ദ്രന്റെ നിര്യാണത്തിൽ ശാഖായോഗം അനുശോചനം രേഖപ്പെടുത്തി. അനുശോചന യോഗത്തിൽ സെക്രട്ടറി രജികുമാർ, കമ്മിറ്റി അംഗങ്ങളായ രാജപ്പൻ, ശശികുമാർ, PK ചന്ദ്രൻ, രത്നമ്മ ശശികുമാർ എന്നിവർ പങ്കെടുത്തു. ചരമവാർത്തകൾ. ഇത്തിത്താനം വടക്കേക്കുറ്റ് രാജേഷ് നിര്യാതനായി. 41 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കടപ്ര മാന്നാർ മഠത്തിൽ ലില്ലി നിര്യാതയായി. 41 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 3-ന് മാന്നാർ മർത്ത മറിയം ഓർത്തഡോക്സ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംഭരിക്കാതെ സംഹരിക്കുന്നു. നെല്ല് സംഭരണ സമ്പ്രദായം സപ്ലൈകോ അട്ടിമറിക്കുന്നുവെന്ന് ഡോക്ടർ KC ജോസഫ്. തൊഴിലുഴപ്പാതെ തൊഴിൽ ഉറപ്പാക്കുക. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഉപരോധത്തിൽ സ്തംഭിച്ച് കളക്ടറേറ്റ്. തീരദേശ പഞ്ചായത്ത് പ്രഖ്യാപനം അട്ടിമറിക്കുവാനുള്ള നീക്കത്തിനെതിരെ സമരസമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് ഉപരോധിച്ചു. VM സുധീരനെതിരെ ശ്രീനാരായണ ധർമ്മവേദി. മദ്യമുതലാളിയുടെ കുപ്പായവും തൊപ്പിയും യോജിച്ചത് സുധീരനെന്ന് ധർമ്മവേദി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.